കമ്പ്യൂട്ടർ വന്നപ്പോൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തതുപോലെ ഇപ്പോൾ എല്ലായിടവും നിർമ്മിത ബുദ്ധിയാണ് ചർച്ച. AI വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിശകലനം ചെയ്തപ്പോൾ AI സോഷ്യലിസം കൊണ്ടുവരുമെന്ന് ഗോവിന്ദൻ മാഷിന് തോന്നി. എന്നാൽ വർഗസമരത്തിൻ്റെ കാഴ്ചപ്പാടിൽ പരിശോധിച്ചപ്പോൾ വർഗസംഘടനം രൂക്ഷമാക്കുമെന്ന് കണ്ടു. പ്രസ്താവന തിരുത്തുന്നു. ഇതിനെയാണ് വൈരുദ്ധ്യാത്മകം എന്ന് പറയുന്നത്. അപ്പോൾ AI മൂത്താൽ ഉണ്ടാവാൻ സാധ്യതകളെന്നാ സോഷ്യലിസത്തിലേക്കുള്ള യാത്രയാണ്. ഒരു സംശയവും വേണ്ട. ഞങ്ങളൊരു സോഷ്യലിസം സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ്. മുതലാളിയും തൊഴിലാളിയും ഒരേ തീൻമേശയിലിരുന്ന് ഭക്ഷണം കഴിക്കണം, ഒരേ കിടക്കയിൽ തന്നെ കിടന്നുറങ്ങണം. അപ്പോ AI മൂത്താൽ ഉണ്ടാവാൻ സാധ്യതകളെന്നാ സോഷ്യലിസത്തിലേക്കുള്ള യാത്രയാണ്. ഒരു സംശയവും വേണ്ട. എന്താ ഇത് നീ എഴുതിയതല്ലെന്ന് പറയാനാണോ? അല്ല, ഞാൻ എഴുതി തന്നെയാണ്. പക്ഷെ വായിക്കേണ്ടത് അളിയൻ വായിച്ച സ്റ്റൈലല്ല. ഇതെന്റെ വേറൊരു മോഡലിൽ ഞാൻ എഴുതിയതാ. ഇതാ കേട്ടോ. ഈ പറയുന്ന AI സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ലോകത്തെമ്പാടും വളർന്നു വരുന്ന തൊഴിലില്ലായ്മ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും കൂടുകയും ചെയ്യുന്ന സാഹചര്യം വന്നാൽ അത് വർബംബിച്ച രീതിയിലുള്ള പോരാട്ടങ്ങളിലേക്ക്, സമരങ്ങളിലേക്കാണ് ലോകത്തെവിടെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അത് നയിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പോരാട്ടങ്ങളിലൂടെയും വർഗസമരങ്ങളിലൂടെയുമാണ് ഈ കേന്ദ്രീകൃതമായ സമ്പത്തിന് വികേന്ദ്രീകൃത സ്വഭാവം നൽകാൻ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യ വിപ്ലവത്തിൻ്റെയും സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെയും പാതയിലേക്ക് അതിനെ നയിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ വരിക എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ചില പത്രങ്ങളും ചില മാധ്യമങ്ങളും സോഷ്യലിസത്തിലേക്കുള്ള വഴിയാണ് AI എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ട് ആ പ്രഖ്യാപനത്തിൻ്റെ കൃത്യമായ ധാരണ എന്താണ് എന്ന് മനസ്സിലാവാതെ പകുതി വന്ന കാര്യം വെച്ചുകൊണ്ട് വാർത്ത സൃഷ്ടിക്കുന്ന സമീപനമാണ് പലരും സൃഷ്ടിച്ചത്. മനസ്സിലായില്ല. അതായത് ഈ AI സംവിധാനം ഉൾപ്പെടെ വരുമ്പോഴുണ്ടാവുന്ന വർഗസമരത്തിന്റെ ആക്കം അത് അതിശക്തിയായിട്ട് രൂപത്തിൽ മുന്നോട്ടേക്ക് വരുമെന്ന് കൂടി ചേർത്ത് വ്യക്തമായി ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ? അവര് അടിമുടി തെറ്റായ രീതിയിൽ അവതരിപ്പിച്ച കാര്യം പിന്നീട് ഞാൻ പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പലപ്പോഴും മാറ്റുമ്പോൾ ഞാൻ മാറ്റി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ശരിയാണ്. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടി വിശദമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം മുതലേ ഞാൻ പറയുമ്പോൾ അത് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ചിലരെല്ലാം അതിനെ പരിഹസിക്കുകയും ചിലരെല്ലാം അതിനെ താത്വികമായിട്ട് വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഈ AI സംവിധാനത്തിലൂടെ സോഷ്യലിസത്തിന്റെ വഴിയാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയത്. ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയാണ്, അതാ വഴി തന്നെയാണ്. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വർഗസമരത്തിലൂടെ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയെ മാറ്റാതെ ലോകത്ത് ഒരു രാജ്യത്തും മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം വരുന്നതിനുള്ള ഒരു ഇടവഴിയാണ് AI ഉൾപ്പെടെ എന്നാ ഞാൻ പറഞ്ഞത്. ഈ നാട്ടിൽ നിന്നാ ഇവൻ വഴിതെറ്റും. ഒരു ഇടവഴിയാണ് AI ഉൾപ്പെടെ എന്നാ ഞാൻ പറഞ്ഞത്. ഒരുപാട് ഇടവഴികളുള്ള നാട്ടിൽ ആർക്കായാലും വഴിതെറ്റുമച്ചാ.